ഹോശാന ഹോശാന. സുതരോശാന ഓശാനകളാല. മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. പ്രതാപവാനും ശക്തനുമായ കർത്താവ് തന്നെ. വാതിലുകളെ ശിരസ്സുയർത്തുവിൻ, നിത്യകവാടങ്ങളെ തുറക്കുവിൻ, മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. പ്രതാപവാനും ശക്തനുമായ കർത്താവ് തന്നെ. വാതിലുകളെ ശിരസ്സുയർത്തുവിൻ, നിത്യകവാടങ്ങളെ തുറക്കുവിൻ, മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. പ്രതാപവാനും ശക്തനുമായ കർത്താവ് തന്നെ. സുദിനം കാണാൻ കഴിഞ്ഞ എല്ലാവർക്കും ഈ ഒരു വിശുദ്ധവാരത്തിന്റെ എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ബിഷപ്പിന്റെ ധ്യാനം നടക്കുകയാണ്. അവിടെ 4 മണിക്കാണ് ഈ അവസാനികൾ കേൾക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ ചുരുക്കാവുന്ന പ്രസംഗം ചുരുക്കുകയാണ്. നമ്മൾ ഇന്ന് 2 കാര്യങ്ങളാണ് കർത്താവ് ചെയ്തത്. കർത്താവ് ജെറൂസലേം പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നു. കർത്താവ് ആ പട്ടണത്തിന്റെ ഹൃദയമായിട്ടുള്ള ജെറൂസലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു. 2 കാര്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഈശോ ജെറൂസലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടുന്ന് മിശിഹായാണ്, ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷകനാണ് ഈ വരുന്നത് എന്നുള്ള പ്രാർത്ഥനകളാണ് അവസാന വിളികളോടുകൂടി. ഉദ്ഘോഷിക്കട്ടെ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മകളും ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഏർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീബായിൽ തറയ്ക്കപ്പെട്ട
നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ കർത്താവീശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. കർത്താവേ, ശക്തനായ സർവ്വ രണ്ടാമത്തെ ഞായറാഴ്ചയിൽ നമുക്ക് ഇനി വൈകുന്നേരം 4 മണിക്ക് വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. സെക്കൻഡ് ആൻഡ് ഫോർത്ത് സൺഡേ ആണ് നമുക്കിവിടെ മലയാളത്തിൽ സീറോ മലബാർ വിശുദ്ധ കുർബാനയുള്ളത്. വരുന്ന മാസം മുതൽ 2 കുർബാനകൾ മലയാളത്തിൽ കൂടി ഉണ്ടായിരിക്കും. അവസാന ഞായറിനെ സ്നേഹപൂർവ്വം നിങ്ങൾക്ക് നൽകുകയാണ്. വിശുദ്ധ ഭാരതത്തില് പെസഹായുടെ അന്ന് ഷെഫീൽഡിൽ സെന്റ് ചാൾസ് പള്ളിയിൽ പെസഹായുടെ തിരുക്രമം രാവിലെ 9:30-ക്കാണ്. കാലുകഴുകൽ ശുശ്രൂഷയോടുകൂടി ജീസസ് യൂത്തിന്റെ സെന്ററിന്റെ അടുത്താണ് പള്ളി. ഉക്കവടിയുടെ തിരുക്രമങ്ങൾ രാവിലെ 9:30-ക്കാണ്. ഷെഫീൽഡ് സെന്റ് തോമസ് പള്ളിയിലാണ് സാധാരണ വിശുദ്ധ കുർബാന നടക്കുന്ന പള്ളിയിൽ തന്നെയാണ് ഉക്കവടിയുടെ തിരുക്രമങ്ങൾ. ദുഃഖ ശനിയാഴ്ച രാവിലെ 9:30-ക്ക് പുതുവെള്ളവും തിരികളും തിരിക്കുന്ന തിരുക്രമങ്ങൾ രാവിലെ 9:30-ക്കാണ്. ഈസ്റ്ററിന്റെ തിരുക്രമങ്ങൾ ശനിയാഴ്ച വൈകുന്നേരം 8 മണിക്ക് വിശുദ്ധ കുർബാന ഉയർത്തുന്ന തിരുക്കർമ്മങ്ങൾ ഷെഫീൽഡിലുണ്ട്. രാവിലെ 9 മണിക്കും ഈസ്റ്ററിന്റെ അന്ന് രാവിലെ 9 മണിക്കും ഷെഫീൽഡിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു വിശുദ്ധ വാരം ആശംസിക്കുന്നു. പ്രത്യേകിച്ച് എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഒരു സാമൂഹിക തിരുക്കർമ്മങ്ങളിൽ പ്രത്യേകിച്ച് സഹായിച്ച പോലെ കാര്യങ്ങളൊക്കെ